നമസ്കാരം. 91 ഡിവിഷനുകളിലും കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന എംപിയുടെ ടീച്ചറുടെ പ്രിയ സ്ഥാനാർത്ഥികൾക്ക് ആശംസകൾ നേരുകയാണ്. വിജയം അനുഗ്രഹമായി വന്ന് ഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രസന്ത നേരത്തിൽ നിലവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ഞാൻ ഓർക്കുന്നത്, കഴിഞ്ഞ 2020 ഇതേ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ ഒരുപക്ഷെ തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെല്ലാം വളരെ ത്വരിത വേഗത്തിൽ ഓടി നടന്ന് പ്രചരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തയാളാണ് ഞാൻ. 2015 പാർട്ടിയിൽ അംഗമായിരുന്നില്ല എങ്കിൽ പോലും അരുവിക്കരയിലെ ഇടക്കാല തിരഞ്ഞെടുപ്പ് മുതൽ സജീവമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്ന ആളാണ് ഞാൻ. 2015 ഏതാണ്ട് അതേ കാലഘട്ടത്തിലാണ് ശ്രീ മധുസൂദനൻ നായർ, ഒരുപക്ഷെ എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഉദയന്നൂർ അമ്പലത്തിലെ പ്രധാന കാര്യകർത്താവെന്ന നിലയ്ക്കുള്ള ബന്ധമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും അതിന് എത്രയോ 5-7 വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധം. 10 വർഷം 11 വർഷം ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണ്. മധുസൂദനൻ എന്ന് എല്ലാവരും അറിയുന്ന ഞാൻ മധു എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വേദിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം തന്നെ ഉച്ചരിക്കുന്നത്. മധു ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് 2015 പാങ്ങോട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അതിനു മുമ്പ് ഏതാണ്ട് 2 മാസക്കാലം എൻ്റെ തിരുവനന്തപുരത്തെ അന്ന് NFDCക്ക് വേണ്ടി തയ്യാറാക്കിയ ഓഫീസ് കെട്ടിടമാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും, എന്നെ സമീപിക്കുന്നുണ്ട്, എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്നിടത്തുനിന്ന് സ്ഥാനാർത്ഥിയാണെന്ന് ആ കെട്ടിടം പണി നടക്കുന്നിടത്ത് വെച്ച് ഞാനാണ് ആദ്യം തലയിൽ കൈവച്ച് വിളംബരം അറിയിച്ചത് മധുവിന്. ഞാൻ ആ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത് 2016 ഒക്ടോബർ 27-28 പക്ഷെ അതിന് 1 വർഷം മുമ്പ് ആ പാർട്ടിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ, ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രിയങ്കരന ബന്ധുവും കൂടിയായ ശ്രീലേഖ മാമും കൂടി, ഇനി ഞാൻ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ അല്ലേ? ഞാൻ ശ്രീലേഖ എന്ന് മാത്രമാണ് ഞാൻ വിളിച്ചിരുന്നത്. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും തിരുവനന്തപുരം പട്ടണമാകെ ഇനി ശ്രീലേഖ IPS ഒരു പോലീസുകാരിയായി കാണാതെ ഈ പട്ടണത്തിന്റെ 101 പേരിൽ എത്ര പേര് ജയിച്ചു വരും എന്നുള്ളത് ഈ കോർപ്പറേഷനിലെ സമ്മതിദായകർക്ക് നന്നായിട്ടറിയാം. അവർക്ക് ചില നിശ്ചയങ്ങളുമുണ്ട്. പലപ്പോഴും ഇത് തകിടം മറിയുന്നത്, കഴിഞ്ഞ തവണ തന്നെ ഒരുപക്ഷെ കോർപ്പറേഷൻ പിടിച്ചെടുക്കേണ്ട എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്നു. ചില വിട്ടുകൊടുക്കലും കാര്യങ്ങളും ഒക്കെ അന്നും ഉണ്ടായിട്ടുണ്ട്, അത് ഇനിയും ഉണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ആർജവം സമ്മതിദായകർക്ക് പുതുതായി കൈവരിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ബീഹാർ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഓരോ 5 വർഷം കഴിയുമ്പോഴുമുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ സമ്മതിദായകർ വിലയിരുത്തുന്ന കാലഘട്ടത്തിലേക്ക് വോട്ടിംഗ് പ്രമാണങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ആരും അങ്ങനെ ഇതൊരു ദിവസത്തെ ചടങ്ങായി പോയി ചെയ്യുന്ന സ്വഭാവം ഇപ്പോൾ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും മാറ്റം അനിവാര്യമാണ്. മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആ മാറ്റം കൊണ്ടുവരേണ്ട ഒരു ജനത
അതിന് ആദ്യമായി തയ്യാറെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരിക്കും 2025 ഈ തെരഞ്ഞെടുപ്പെന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ആ വിജയം നമുക്ക് ഒരു 56 മേൽ ഡിവിഷനുകളിൽ ഉണ്ടായി ശക്തമായ ഒരു കോർപ്പറേഷൻ ഭരണം തിരുവനന്തപുരത്ത് കാഴ്ചവെക്കുവാൻ സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഇത്രയും ഓടി നടന്ന് പ്രചരണം കഴിഞ്ഞ തവണ നടത്തിയെടുത്തുനിന്ന് എൻ്റെ പ്രചരണ ദിവസങ്ങളിലാണ് എനിക്കിപ്പം ആ ദിവസങ്ങളും നിമിഷങ്ങളുമാണ് എനിക്ക് കിടക്കയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ചെറിയ വേദനയുണ്ട് താൻ. പക്ഷെ എങ്കിലും ഇത് നമുക്കൊരിക്കലും ഇതിനെ തോൽപ്പിച്ച് മുന്നോട്ട് ആർജവം തിരികെ കയറ്റിക്കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ വിധിക്ക് വഴങ്ങി ചികിത്സയും കാര്യങ്ങളുമായിട്ട് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്ന അവസ്ഥയിലാണ്. ശ്രീലേഖ മാമും എന്നെ ശ്രീലേഖയും എന്നെ വളരെയധികം നിർബന്ധിച്ചതാണ്. കൺവെൻഷൻ ഉദ്ഘാടനത്തിന് വിളിച്ചതാണ്. പക്ഷെ അത് ഒരു 3 ദിവസം മുമ്പ് 22-നായിരുന്നു അല്ലേ, അന്ന് തീരെയും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. 21-ന് അല്ലേ. അപ്പോൾ അന്ന് എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്നും സത്യത്തിൽ ഇങ്ങോട്ട് വരുന്നവരെയും എനിക്കൊരു ഉറപ്പില്ല. ഇന്ന് എനിക്ക് ഇത്തിരി വേദന കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിജയ ആശംസകളും നേരുന്നു. കഴിഞ്ഞ തവണ ഞാൻ അന്ന് 100 ഡിവിഷനുകളായിരുന്നു. 100 ഡിവിഷനിലും ഞാൻ പോയി പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ആ ഒരു സമയം ഞാൻ ഓർക്കുകയാണ്. എന്നെ അഡ്വക്കേറ്റ് സുരേഷാണ് കൊണ്ടു നടന്നിരുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രചരണത്തിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സ്ഥാനാർത്ഥികളെല്ലാം സമ്മതിദായകരുടെ ഒരുപക്ഷെ അവരുടെ അതൃപ്തിക്ക് പുതിയ ഒരു എഴുത്ത് നടക്കണമെങ്കിൽ സമ്മതിദായകർ അവരുടെ ഹൃദയത്തിൽ സ്ഥാനാർത്ഥികൾ എല്ലാവരും നല്ല പതിവ് രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണത്തിൽ വളരെ ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കണമെന്ന് മാത്രമേ എനിക്ക് ഒരു ഉപദേശമല്ല, എനിക്ക് തോന്നുന്നു അതാണ് നമുക്ക് വർക്കൗട്ട് ആവാൻ പോകുന്നത്. നമുക്ക് ഇംപ്രസ് ചെയ്യുക മാത്രമല്ല, നമ്മളെ കൊണ്ടേ ഇനി ആവൂ എന്ന് പറയുന്ന ധാരണ ജനങ്ങൾക്കുണ്ടെങ്കിൽ ആ നമ്മളിൽ ഞാനൊരാളാണ് എന്ന് ശ്രീ മധുവിന്, ശ്രീമതി ശ്രീലേഖയ്ക്ക്, അതുപോലെ തന്നെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അതിന് കഴിയണം. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന എല്ലാ BJP സ്ഥാനാർത്ഥികൾക്കും NDAയുടെ സ്ഥാനാർത്ഥികൾക്കും വിജയം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. ഒപ്പം ഒരു വിജയം കൈവരിച്ച് വരുമ്പോൾ ഒരുപക്ഷെ ഞാൻ വന്ന് ഇതിലും നല്ല ആരോഗ്യത്തിൽ വന്ന് ഇനി ഉറപ്പുകൾക്ക് ഒരു കൊടി പിടിക്കേണ്ട ആളാണെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഒരു നിയോഗം കൂടി തൃശ്ശൂർക്കാർ കേരളത്തിന് അങ്ങനെ ഞാൻ വഴി അങ്ങനെ ഒരു നിയോഗം ഉണ്ട് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കൂ പ്രിയ തിരുവനന്തപുരമേ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നന്ദി, നമസ്കാരം.